ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിച്ച് അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് നീക്കാൻ ബ്രിട്ടനിലെ മുൻ മന്ത്രിസഭ ഹോം ഓഫീസ് ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം നിയമാനുസൃതമാണ് എന്ന് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. ഇപ്പോൾ അഭയാർത്ഥികളും മനുഷ്യരാണ്. അവരെ സ്വീകരിച്ച രാജ്യത്തിന് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്ന അഭയാർത്ഥികൾ ഓരോ രാജ്യത്തും വലിഞ്ഞു കയറി ചെന്ന് അവരുടെ സമാധാനം തകർക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലേക്കുള്ള നിയമം സ്വീകരിക്കാൻ ഓരോ രാജ്യവും നിർബന്ധിതരാകുന്നത്. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്ന FDA ട്രേഡ് യൂണിയനാണ് സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചാൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കേണ്ടതായി വരുമെന്നും ചൂണ്ടിക്കാണിച്ചു. എന്നിട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. റുവാണ്ടയിലേക്ക് നാട് കടത്തുന്നതിനുള്ള ഉത്തരവിനെതിരെ സ്ട്രാസ്ബർഗില് അവിടെ നിന്നും ഇഞ്ചക്ഷൻ ഓർഡർ വന്നാൽ അത് ലംഘിച്ചു മാത്രമേ നാടുകടത്തൽ പ്രക്രിയ തുടരാനാകൂ. ഇത് പ്രോസിക്യൂഷൻ വരെ ക്ഷണിച്ചു വരുത്തിയേക്കാവുന്ന നടപടിയാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് വേണ്ടി ഹാജരായ വേറെ അഭിഭാഷകനാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി തയ്യാറാക്കിയ വിധി ഇന്നലെ, അതായത് മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ചയായിരുന്നു പുറത്തുവിട്ടത്. FDA പരാതി തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ചേംബർലൈൻ ഉത്തരവിട്ടത്. ആഭ്യന്തര നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ജീവനക്കാർ പിന്തുടരണമെന്ന് പറഞ്ഞ കോടതി ഉത്തരവില് അതിന് സമാനമായ നിയമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഇല്ല എന്നും ചൂണ്ടിക്കാണിച്ചു. മന്ത്രിസഭയ്ക്കാണ് ഇത്തരം അന്തിമ ഉത്തരവാദിത്വം എന്നും കോടതി വിലയിരുത്തി. കഴിഞ്ഞ മാസമായിരുന്നു ഹോം ഓഫീസിനും സിവിൽ സർവീസ് മന്ത്രി എന്ന നിലയിൽ, അന്നത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഋഷി സുനക്കിനും എതിരെയുള്ള പരാതി കോടതി കേട്ടത്. റുവാണ്ടൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ നിയമാനുസൃതമാണോ എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരാതി. യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിക്കാൻ ഒരു മന്ത്രി തീരുമാനിച്ചാൽ ഇക്കാര്യത്തിൽ അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് അയക്കുക എന്നത് സിവിൽ സർവീസ് കോഡ് അനുസരിച്ച് മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട് എന്നായിരുന്നു സർക്കാർ നൽകിയ നിർദ്ദേശം. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കേസ് നീട്ടിവെക്കുന്നതിനുള്ള അപേക്ഷയൊന്നും ലഭിച്ചിരുന്നില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കിയ കോടതി ജൂലൈ 24 മുതൽ റുവാണ്ടൻ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും പറഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ ഇസ്ലാമിക ഭരണത്തിൽ ജീവിക്കാൻ സാധിക്കാതെ അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം പല രാജ്യങ്ങളിലേക്കും കുടിയേറിയ ആളുകൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഭീഷണികൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. ഒരർത്ഥത്തിൽ അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ ചേക്കേറിയിട്ടുണ്ടോ അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള മതപരിവർത്തനങ്ങളും മതനിയമങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങളും ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നതും ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഋഷി സുനക് അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ അനധികൃതമായി UK എത്തുന്ന ആളുകളെ പൂട്ടാൻ ഉറച്ചിരുന്നു ഋഷി സുനക്കും സുവല്ലയും. അതായത് ആ രാജ്യത്തിന്റെ ക്രമസമാധാനം തകരാറിലാക്കുകയും അവിടെ അവർ മതരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പൊളിറ്റിക്കൽ പാർട്ടികളും പൊളിറ്റിക്കൽ സംഘടനകളും രൂപീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തടയിടാൻ ആ രാജ്യം തയ്യാറാകുകയായിരുന്നു. അഭയാർത്ഥി ബില്ലിന് പാർലമെന്റിന്റെ പിന്തുണയും ലഭിച്ചു. എതിർത്തവരെക്കാൾ അനുകൂലിക്കുന്ന ആളുകളായതോടുകൂടി കടുത്ത നടപടിയിലേക്ക് പോകുകയാണ് എന്ന് അന്ന് തന്നെ ബ്രിട്ടൻ ഉറച്ചിരുന്നു. കാരണം ഈ അഭയാർത്ഥികളെ കൊണ്ട് എല്ലാ നാടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫ്രാൻസ് ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും നോർവേ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും ഇവര് വലിഞ്ഞു കയറി ചെന്ന് അവിടുത്തെയൊക്കെ സമാധാനം തകർക്കുമ്പോൾ സ്വാഭാവികമായും അവരെ പറഞ്ഞുവിടാൻ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കാൻ ആ രാജ്യം നിർബന്ധിതരാകുകയാണ് യഥാർത്ഥത്തിൽ. ഇതിനു മുമ്പ് തന്നെ മഞ്ഞും മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒന്നും വകവയ്ക്കാതെ പ്രാണരക്ഷാർത്ഥം ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുള്ളതെല്ലാം ഉപേക്ഷിച്ച് 20 ലക്ഷം ഉക്രൈനികൾ രാജ്യം വിട്ടിരുന്നു. അതിനകത്ത് വൃദ്ധരും കുട്ടികളും സ്ത്രീകളും രോഗികളും ഒക്കെ അടങ്ങുന്ന 20 ലക്ഷം കൂടി ഉടൻ തന്നെ നാടുവിടുമെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം അതായിരുന്നു.
വിസ ഇളവുകൾ നൽകി അന്ന് ബ്രിട്ടൻ അവരെ എല്ലാവരെയും സ്വീകരിക്കാനും അവർക്ക് അഭയം നൽകാനും തയ്യാറായതായിരുന്നു. ബ്രിട്ടനിൽ അഭയാർത്ഥികൾ വർദ്ധിച്ചു വന്നതോടുകൂടി ആ രാജ്യം ഇവരെവിടെ നിന്നാണോ വന്നത്, സിറിയയെങ്കിൽ സിറിയയേക്കാൾ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവർ കയറി വലിഞ്ഞു കയറി വന്ന രാജ്യത്തെ കൂടി കൊണ്ടുപോയി. ആലോചിക്കണം, സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകളില് ജീവിക്കാൻ സാധിക്കാതെ ഇസ്ലാമിക നിയമത്തിനു വേണ്ടി അതുവരെ സമരം ചെയ്തിട്ട് ഇസ്ലാമിക നിയമം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജീവൻ കയ്യിൽ പിടിച്ചിട്ട് നെട്ടോട്ടമോടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് യൂറോപ്യരെ പറഞ്ഞാൽ മതിയോ? മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സമാധാനമല്ലേ ഇവർ തീരെഴുതിയെടുക്കുന്നത്? പിന്നെ എന്തു ചെയ്യും ഓരോ രാജ്യവും? ഇപ്പോ ബ്രിട്ടനിലെ നിലവിലുള്ള അഭയാർത്ഥി നിയമം അനുസരിച്ച് 780 മില്യൺ ആളുകൾക്ക് ബ്രിട്ടനിൽ 2023 അഭയം ലഭിക്കുമെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. തീർത്തും യുക്തിരഹിതമായ ഈ നിയമത്തിനെതിരെ സുവല്ല ബ്രേവർമാൻ, അതുപോലെ UN റെഫ്യൂജി കൺവെൻഷൻ അടിമുടി മാറണമെന്ന ആവശ്യവും ഉയർന്നു വന്നു. കാരണം ആ രാജ്യത്തെ ജനങ്ങളെക്കാൾ അഭയാർത്ഥികൾ വർദ്ധിച്ചു വന്നാൽ അവരുടെ ആവശ്യങ്ങളും വർദ്ധിച്ചു വരും. ആദ്യം ജീവൻ നിലനിർത്തിയാൽ മതി, പിന്നീട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അത്രയും ആളുകൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കണം, അത്രയും ആളുകൾക്ക് ജോലി സൗകര്യങ്ങൾ ഒരുക്കണം. ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായിട്ട് ബയോളജിക്കലി ഇവർ വളരും. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം. പിന്നീട് അവർക്ക് മസ്ജിദുകൾ വേണം, പിന്നീട് അവർക്ക് മുസ്ലിം കലാലയങ്ങൾ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. പിന്നീട് അവര് പൊതുനിരത്തുകൾ കൈയടക്കാൻ തുടങ്ങും. പൊതുനിരത്തുകളില് അവരിറങ്ങും. അല്ലാഹു അക്ബർ വിളികളോടെ ഇസ്ലാമിക രൂപത്തിൽ അല്ലാതെ വസ്ത്രം ധരിച്ചിരിക്കുന്ന ബ്രിട്ടൻകാരിയെ അവർ ആക്രമിക്കും, കഴുത്തുവെട്ടും. അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അവർ നമസ്കരിക്കും. ഒടുവിൽ അവർ പറയും ഇസ്ലാമിലേക്ക് മതം മാറണമെന്ന്. ഇസ്ലാം അല്ലാത്ത ആരും ഇനി ബ്രിട്ടനിൽ വേണ്ടെന്ന് ഞങ്ങൾ ഭൂരിപക്ഷമായി എന്ന് പറയും. എന്നിട്ട് അവർ ഇന്ത്യൻ പാസ്പോർട്ടിനെ നശിപ്പിക്കും. എന്നിട്ട് അവർ കാശ്മീരിയാണെന്ന് പറയും. സ്റ്റുഡൻസ് വിസയിലെത്തിയ ആളുകൾക്ക് അസൈലം വിസ ലഭിക്കാൻ സൂത്രപ്പണിയുമായി തട്ടിപ്പുകാരവിടെ അടക്കി ഭരിക്കും. ബ്രിട്ടനില് അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കാനാണ് എന്ന പേരിൽ നടത്തുന്ന ഒരുപാട് മതം മാറ്റ തട്ടിപ്പിന്റെ കഥകൾ നമ്മൾ അറിയുന്നു മാധ്യമങ്ങളിലൂടെ. ഇങ്ങനെ എന്തൊക്കെ ആ നാട്ടിൽ ചെയ്യാമോ അതെല്ലാം അവര് ചെയ്യും. അനധികൃത കുടിയേറ്റക്കാരുടെ അഭയാർത്ഥി അപേക്ഷയില് തീരുമാനമാകുന്നതുവരെ റുവാണ്ടയിൽ അവരെ താമസിപ്പിക്കാനുള്ള സർക്കാർ നിയമം ഇപ്പോൾ ഇതാ സർക്കാരിന്റെ നീക്കം നിയമവിധേയമാകുന്നു. ബ്രിട്ടനിൽ ആരാണ് എത്തേണ്ടത്, ബ്രിട്ടനിൽ ആര് നിൽക്കണം, ആർക്ക് പൗരത്വം നൽകണം, ഇതൊക്കെ ഋഷി സുനക് തീരുമാനിച്ചു നേരത്തെ തന്നെ. കുടിയേറ്റ വിഷയത്തിൽ ബ്രിട്ടീഷ് സർക്കാരും കോടതിയും ഒരേ നിഗമനത്തിലെത്തുമ്പോൾ പുതിയ ഭരണം വന്നാലും ശരി അഭയാർത്ഥികളെ ആ രാജ്യത്ത് നിന്ന് ഉപേക്ഷിക്കാൻ, അവരെ ഒഴിവാക്കാൻ ആ രാജ്യം തെരഞ്ഞെടുക്കുന്നു. ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ഒരു രാജ്യത്ത് വലിഞ്ഞു കയറിപ്പോയാൽ ആ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മതനിയമങ്ങൾ ആ രാജ്യത്ത് കെട്ടിവെച്ച് നമ്മുടെ മാതൃരാജ്യം നമുക്ക് നഷ്ടപ്പെട്ടത് മതനിയമം വന്നതുകൊണ്ടാണ്. ഇനിയെങ്കിലും അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറായെങ്കിലല്ലേ സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾക്കെങ്കിലും ആ രാജ്യത്ത് തുടരാൻ പറ്റൂ. നന്ദി.